എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ ദിവസം ഓരോ തോന്നലുകളാണല്ലേ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു തോന്നലാണ് കോയമ്പത്തൂരുള്ള മരുതമലൈ മുരുകക്ഷേത്രം സന്ദർശിക്കണമെന്ന്. അങ്ങനെ കഴിഞ്ഞ മാസം 2-ാം ശനിയാഴ്ച ഞാനും എൻ്റെ മോളും കൂടിയിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ 8:20 പുറപ്പെടുന്ന ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറിൽ കയറി. 25 രൂപയാണ് ഷൊർണൂർ ടു കോയമ്പത്തൂരിലേക്ക് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ആ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായി കിടന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഈ മരുതമല എന്ന് പറയുന്നത് ഞാനിതുവരെ പോയിട്ടില്ല, എനിക്കൊരു പരിചയവുമില്ല. എന്നാലും മുരുകഭഗവാൻ അവിടെ എത്തിക്കും എന്നുള്ളൊരു ഉറപ്പ് കൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടർന്ന്. അങ്ങനെ ഞങ്ങൾ 11 മണിയാകുമ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഈ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ കുറച്ച് ഫ്രണ്ടിലോട്ട് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ 1C എന്നുള്ളൊരു വടവള്ളി ബസ്, ആ ബസ് നമുക്ക് കിട്ടും. അങ്ങനെ ആ 1C ബസ്സിൽ കയറി 10 രൂപ ടിക്കറ്റ് എടുത്ത് വടവള്ളി പോയി ഇറങ്ങി. അവിടെ നിന്ന് 70 നമ്പർ ബസ്സാണ് നമുക്ക് ഈ മരുതമലൈ ക്ഷേത്രത്തിലേക്കുള്ള ബസ്. ആ ബസ്സിൽ ഞങ്ങൾ കയറി. ടിക്കറ്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ലേഡീസിന് ഫ്രീ ആണെന്ന്. ഞാൻ അന്തം വിട്ടുപോയി. നമ്മുടെ കേരളത്തിൽ പോലും ഇങ്ങനെയൊരു സേവനം ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ അടിവാരത്ത് പോയി ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ 2 വഴികളുണ്ട്. ഒന്ന് ഒരു 600 സ്റ്റെപ്പുകൾ കയറാനുള്ള വഴി, പിന്നെ ഉള്ളത് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു നമുക്ക് ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ നമുക്ക് പടി കയറിയിട്ട് തന്നെ കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ അടിവാരത്ത് ചെരുപ്പൊക്കെ വെച്ച് ഞാനും എൻ്റെ മോളും കൂടി 620ഓളം വരുന്ന സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്തുന്നു. ഒരു 12:45 ആയി ഞങ്ങൾ സ്റ്റെപ്പ് കയറി എത്തുമ്പോൾ. അവിടെ എത്തി. അവിടെ ഫ്രീ ദർശനവും ഉണ്ട്, അതേപോലെ തന്നെ 50 രൂപയുടെ ദർശനത്തിനുള്ള ക്യൂ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രീ ദർശന ക്യൂവിൽ കയറുന്നു. അവിടെ കയറി ഞങ്ങൾ വിചാരിച്ചു ഭയങ്കരമായിട്ട് കുറേ നേരം നിൽക്കേണ്ടി വരും, ഭഗവാനെ കാണാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു 10 മിനിറ്റിനകം നമ്മൾ ഉള്ളിലേക്ക് കയറുന്നു. ഭഗവാനെ വളരെ മനോഹരമായി തന്നെ കുറേ നേരം കാണാൻ പറ്റി. അവിടെ കണ്ടിറങ്ങിയപ്പോൾ എനിക്കെന്തോ കണ്ടിട്ടും മതിയാവുന്നില്ല എന്നുള്ളൊരു പ്രതീതിയായിരുന്നു. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു നമുക്ക് ഒരു പ്രാവശ്യം കൂടി കയറിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് ഓടിച്ചാടി വീണ്ടും ഫ്രീ ദർശനത്തിനുള്ള ക്യൂവിൽ കയറി. അവിടെ നോക്കുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ നമ്മൾ പോയി, നിൽക്കേണ്ടൊന്നും വന്നില്ല. നേരെ ക്യൂവിൽ നിന്നും പോയി ഭഗവാന്റെ അടുത്ത് എത്തി. അവിടെ നമ്മൾ കയറി വീണ്ടും ഭഗവാനെ ദർശിച്ച് കുറേ നേരം കണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഭഗവാനോടൊന്ന് ഓർക്കണേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് അപ്പുറത്തെ സൈഡിലേക്ക് മാറി. അടിയിൽ താഴെ കുറച്ച് ചെറിയ കോവിലുകൾ അമ്പലങ്ങളൊക്കെ ഉണ്ട്. തമിഴ് വായിക്കാൻ അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് സത്യത്തിൽ നമുക്ക് അവിടെ ആരാന്നൊന്നും ചിലപ്പോൾ പറയാൻ പറ്റില്ല, അറിയില്ല സത്യം പറയാച്ചാൽ. പക്ഷെ നമുക്ക് ചോദിക്കാനൊരു ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ എന്നാലും ഏകദേശം നമ്മൾ ദൈവത്തിനെ നമ്മൾ മനസ്സിലിരുത്തി എല്ലാവരോടും പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറി. അവിടെ കയറി കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും ഒരു കാനന അന്തരീക്ഷത്തിൻ്റെ നടുവിലൂടെയുള്ള പാറയിൽ കൊത്തിയെടുത്ത സ്റ്റെപ്പാണ് ശരിക്കും മുകളിലോട്ടുള്ളത്. ആ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ പോയി കയറി കഴിഞ്ഞാലാണ് നമുക്ക് മുരുക ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിയുന്നത്. വലിയൊരു ഗോപുരമുണ്ട്, ചുറ്റും കാട്, പക്ഷെ വളരെ ശാന്തമായ അന്തരീക്ഷം. നമ്മുടെ തമിഴർ മാത്രമല്ല കേട്ടോ, മലയാളികൾ ഒരുപാട് പേര് മരുതമലൈ മുരുകനെ കാണാൻ വരുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി അതിൽ വേറെ ഒന്നുമില്ല സത്യം പറയുക. പക്ഷെ നമുക്കൊരിക്കലും ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് നമ്മൾ യാത്ര ചെയ്തു ക്ഷീണിച്ചു വന്നു എന്നുള്ളത് അതൊക്കെ നമ്മൾ മറന്നു പോകും. ഒരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നില്ല. അത്രയും നല്ലൊരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു അമ്പലമാണത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു അന്നദാന ക്യൂ കണ്ടത്. അങ്ങനെ ഞാനും എൻ്റെ മോളും അന്നദാനത്തിൻ്റെ ക്യൂവിലേക്ക് കയറി നിന്നു. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ക്യൂവിലേക്ക് കയറിയത്. സമയം ഒരു 1:30 ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് 4:25 തിരിച്ച് ഷൊർണൂരിലോട്ട് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ സിമ്പിളായിട്ട് തന്നെ എത്താവുന്നതാണ്. അപ്പോൾ ഒരു 1:30 ആയിട്ടുള്ളൂ വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യൂവിൽ കയറി. കുറേ നേരം അവിടെ ഇരുന്നു.
അതിനുശേഷം ക്യൂ നീങ്ങുന്നില്ല. അപ്പോൾ കുറേ നിരാശയോടും വിഷമത്തോടു കൂടി വിശപ്പോടു കൂടിയൊക്കെ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ്, അവിടെ നമ്മൾ നോക്കുമ്പോൾ മയിലിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് മയിലിനെ കാണാൻ. വരച്ചൊരു ചിത്രം വളരെ വലുതാക്കി വളരെ മനോഹരമായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാം നോക്കിയിരിക്കാൻ. ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു മയിലിൻ്റെ ഭംഗിയില്ലേ, അതുതന്നെ ശരിക്കും അതിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ അതൊക്കെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരു 2:55 കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ അന്നദാനത്തിനുള്ള ഗേറ്റ് തുറന്നത്. അങ്ങനെ നമുക്ക് നഷ്ടമൊന്നും തോന്നിയില്ല. നല്ല ചൂടുള്ള ചോറും നല്ല അടിപൊളി സാമ്പാറും കേബേജ് ഉപ്പേരിയും രസവും തൈരും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞാനും എൻ്റെ മോളും വയറുനിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അടിയിൽ നിന്ന് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി ഭഗവാനോട് നന്ദിയൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വേഗം തന്നെ. എന്നിട്ട് താഴെ അടിവാരത്തു നിന്ന് ഇവർക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് ഒരു ബൊമ്മയൊക്കെ വാങ്ങി. അതിന് ശേഷം അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും 7C ബസ് നമ്മൾ നോക്കി. പക്ഷേ നമുക്ക് കിട്ടിയത് 1C ബസ്സായിരുന്നു. നേരിട്ട് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന ബസ്സാണ്. അതിൽ കയറി. പക്ഷേ അതിൻ്റെ ഓട്ടോമാറ്റിക് ഡോറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ആ കംപ്ലൈൻറ്റ് റെഡിയാക്കാൻ മെക്കാനിക്കൊക്കെ വന്ന് കുറച്ച് സമയം അവിടെ അത് പിടിച്ചിട്ടു. അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ബസ് ഇതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഫ്രീ പാസ്സായിരുന്നു. പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 5 മണിയായി. നമ്മുടെ ട്രെയിൻ മിസ്സായി എന്നുള്ളൊരു വിഷമം നമുക്കുണ്ടായിരുന്നു. വളരെ സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ച് ഇനി എന്ത് ചെയ്യുമെന്നങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇനി 6 മണിക്ക് അവിടുന്ന് പാലക്കാടേക്ക് ഒരു മെമു ഉണ്ട് എന്ന് അറിഞ്ഞത്. അപ്പോൾ അതിന് 25 രൂപ